പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മൈം അവതരിപ്പിച്ചതിന്റെ പേരിൽ സ്കൂൾ കലോത്സവം നിർത്തിവെച്ചെന്ന വാർത്ത നമ്മൾ നേരത്തെ കണ്ടിരുന്നു. അവിടെ എന്തോ പ്രതിഷേധം നടക്കുന്നുണ്ട്. കാസർഗോഡ് കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് സംഭവം. മൈം അവസാനിക്കുന്നതിന് തൊട്ട് മുൻപേ അധ്യാപകർ അവിടെ കട്ടം താഴ്ത്തുകയും ചെയ്തു. MSFന്റെ പ്രതിഷേധം ഉണ്ടായിരുന്നു. പ്രതിഷേധം അവിടെ അധ്യാപകരും അവിടെ PTA മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തേക്കായിരുന്നു MSFന്റെ പ്രതിഷേധം. ആ പ്രതിഷേധ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. എന്താണ് സ്കൂൾ അധ്യാപകരുടെ പ്രശ്നമെന്ന് ഇപ്പോഴും നമുക്ക് മനസ്സിലാവുന്നില്ല. ഏതെങ്കിലും തരത്തിൽ പലസ്തീൻ കോസിനൊപ്പം നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. പലസ്തീൻ സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്ര പ്രമേയത്തിന് അനുകൂലമായി കാലങ്ങളിൽ വോട്ട് ചെയ്യുന്ന രാജ്യം തന്നെയാണ് ഇന്ത്യ. അപ്പോൾ ആ രാജ്യത്ത് ഒരു സംസ്ഥാനത്ത് അവിടെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ ഒരു മനസാക്ഷിയുടെ പ്രതിഫലനം എന്ന നിലയ്ക്ക് കുട്ടികൾ ഒരു മയം അവതരിപ്പിച്ചാൽ ഇത് ലോക ചരിത്രത്തിൽ ആദ്യമായി സംഭവിക്കുന്നതല്ല. അതത് കാലത്തെ പ്രശ്നങ്ങൾ, അതത് കാലത്തെ കലോത്സവങ്ങളിൽ കുട്ടികളുടെ ആവിഷ്കാരത്തിൽ അതൊക്കെ കൃത്യമായി തന്നെ മയമാവട്ടെ, പ്രസംഗ മത്സരമാവട്ടെ, മോണോ ആക്ട് ആവട്ടെ, അങ്ങനെയുള്ള എല്ലാ കലാമത്സരങ്ങളിലും നാടിൻ്റെ വേദനകൾ കൂടി മനുഷ്യൻ്റെ വേദനകൾ കൂടി സ്ഥിരമായി കടന്നു വരാറുണ്ട്. അത്തരത്തിൽ ഒരുപാട് കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ഇസ്രായേൽ വംശഹത്യക്കെതിരെ ഒരു മൈം അവതരിപ്പിച്ചതിൽ എന്താണ് ആ സ്കൂളിലെ അധ്യാപകർക്ക് സവിശേഷമായൊരു പ്രശ്നം എന്ന കാര്യം മനസ്സിലാവുന്നില്ല. കുമ്പളയിൽ ഇപ്പോൾ പ്രതിഷേധമുണ്ട്. MSF പ്രവർത്തകർ കാര്യങ്ങളൊക്കെ അവിടെ ചോദിക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. അവിടെ പ്രതിഷേധത്തിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. PTA മീറ്റിംഗ് അവിടെ PTA മീറ്റിംഗ് തന്നെയാണ് തോന്നുന്നു. അധ്യാപകരും രക്ഷാകർത്താക്കളും പങ്കെടുക്കുന്ന മീറ്റിംഗിലേക്കായിരുന്നു MSFന്റെ പ്രതിഷേധം. ഷഹദ് റഹ്മാൻ വിവരങ്ങൾ വെച്ചിരുന്നു. ഷഹർ, ആ നിൽക്കുന്നത് മറുപടിയില്ലാതെ നിൽക്കുന്നത് അധ്യാപകരാണോ അതോ രക്ഷാകർത്താക്കളോ? ഈ PTA മീറ്റിംഗ് ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ വാക്കേറ്റവും അതുപോലെ മുദ്രാവാക്യങ്ങളും സംഘടനയിലേക്ക് വഴി മാറിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. കാരണം സ്കൂള് ഈ വിഷയം PTA മീറ്റിംഗ് ആയിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. PTA മീറ്റിംഗിലായിരുന്നു MSFന്റെ പ്രതിഷേധം ഉണ്ടാവുന്നത്. എന്തായിരുന്നു അധ്യാപകരുടെ പ്രശ്നം? അപ്പോൾ അത്തരത്തിൽ ഒരുപാട് കുഞ്ഞുങ്ങൾ അവിടെ കൊല്ലപ്പെടുന്നുണ്ടെന്നുള്ളത് എല്ലാവരുടെയും വേദന. കഴിഞ്ഞ ദിവസം വാഞ്ചി സ്ക്വയറിലൊക്കെ ഗാസയിൽ മരിച്ച കുഞ്ഞുങ്ങളുടെ പേര് വായിക്കുന്ന ഒരു സമരരീതി, സമരം എന്ന് പറയാൻ കഴിയുമെന്നറിയില്ല, ഒരു ഐക്യദാർഢ്യ രീതി അവിടെ ഉണ്ടായിരുന്നു. അതിൽ ഇപ്പോൾ 2 ദിവസം മുമ്പ് വരെയുള്ള കണക്ക് പ്രകാരം തന്നെ 66,000 സാധാരണക്കാരെ അവിടെ കൊന്നൊടുക്കി. അതിനകത്ത് തന്നെ 22,000-ലധികം കുഞ്ഞുങ്ങളാണ്, തീരെ ചെറിയ കുഞ്ഞുങ്ങളാണ്. അതിൽ തന്നെ ആയിരക്കണക്കിനായ കുഞ്ഞുങ്ങൾ 1 വയസ്സ് പോലും തികയാത്ത കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ആ കുഞ്ഞുങ്ങളെ കൊല്ലുമ്പോൾ ഏത് മനുഷ്യൻ്റെയും ഏത് ജാതി മത രാഷ്ട്രീയ ഭേദമായ ഏത് മനുഷ്യൻ്റെയും ഉള്ളു പൊള്ളുന്നതാണ്. ആ ഉള്ളു പൊള്ളലിൽ നിന്നുണ്ടാവുന്നതാണ് ആവിഷ്കാരങ്ങൾ. ആവിഷ്കാരത്തിനെതിരെ അധ്യാപകർക്ക് എന്തുകൊണ്ടാണ് ഒരു ദേഷ്യം, രോഷം ഉണ്ടാവുന്നെന്ന കാര്യം വ്യക്തമാവട്ടെ. അവിടെ പ്രതിഷേധം തുടരുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.